ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് എസ്തെറ്റിക്കായി ജേർണൽ ചെയ്യാനുള്ള ക്യൂട്ട് സപ്ലൈസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മിനി എൻവലപ്പാണ്. നമ്മളിവിടെ 3 എൻവലപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 3 സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പേഴ്സ് എടുത്ത് കളർ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ശേഷം അത് സെക്യൂറായി ഇരിക്കാൻ വേണ്ടി ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കൽ നല്ലതാണ്. ഒരു ഫിനിഷിങ്ങിന് വേണ്ടി അടിഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻവലപ്പ് റെഡി. നെക്സ്റ്റ് ജേർണൽ മിനി പോക്കറ്റാണ്. ഇതിനു വേണ്ടി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 3 വശം മടക്കിയെടുക്കുക. ശേഷം ഉൾവശത്തോട്ടേക്ക് ഫോൾഡ് ചെയ്ത് ഒരു പേപ്പർ എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കുക. പാറ്റേൺ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത പേപ്പർ അതിനുള്ളിൽ ഒട്ടിക്കുക. ഉൾവശത്തും നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരക്കാം. പഞ്ച് ചെയ്യുക. എന്നിട്ട് ആ ഹോളിലൂടെ ഒരു എംബ്രോയിഡറി ത്രെഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ത്രെഡോ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക. വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പോലെ. അടുത്തത് വിൻറ്റേജ് ടെക്സ്ചർ പേപ്പറാണ്. ഒരു നോർമൽ ടിഷ്യൂ പേപ്പർ എടുത്ത് 2ആയി മുറിച്ച് അത് മടക്കിയെടുക്കുക. അപ്പം ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് 2 ടെക്സ്ചർ പേപ്പറാണ് ഉണ്ടാക്കാൻ പറ്റുക. ആ പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോട്ട്സ് ആ പേപ്പറിൽ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അതിൽ വരക്കുക. അങ്ങനെ നമ്മളുടെ വിൻറ്റേജ് ടെക്സ്ചർ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ബുക്ക് മാർക്കാണ്. അതിനുവേണ്ടി കുറച്ച് കട്ടിയുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പേപ്പർ എടുക്കുക. ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്കും റെഡിയായി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബട്ടർഫ്ലൈ ടാഗ്. ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് വീഡിയോയിൽ കാണുന്നത് ഷേപ്പിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിന് മേലെ ഇഷ്ടമുള്ള ബട്ടർഫ്ലൈനെ വരയ്ക്കുകയോ അല്ലെങ്കിൽ സ്റ്റിക്കറായി ഒട്ടിക്കുകയോ ചെയ്യുക. മുകൾ ഭാഗം പഞ്ച് ചെയ്ത് അവിടെ നൂലുപയോഗിച്ച് കെട്ടിവെക്കുക. അങ്ങനെ ബട്ടർഫ്ലൈ ടാഗും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സപ്ലൈസും ഒന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ കിട്ടുന്ന പ്രചോദനം. അതുകൊണ്ട് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ എസ്തെറ്റിക് DIY പോലുള്ള വീഡിയോ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം പുതിയ വീഡിയോയുമായി നാളെ കാണാം.